കാത്തിരിപ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുകയാണ്. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധി നിറച്ച് ഉണ്ണീശോയ്ക്കായി ഹൃദയങ്ങൾ ഒരുക്കി നമ്മൾ കാത്തിരിക്കുകയാണ്. മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ജീവിതത്തിലെ വിശുദ്ധിയോടുകൂടെ ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്കുകളിലൂടെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത്. യേശുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായി തീരുമാനിച്ചു. ഔസപിതാവിന് അറിയാമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. താൻ ഇത് സമൂഹത്തിന്റെ മുൻപില് വിളിച്ചു പറയുമ്പോൾ സമൂഹം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് യൗസപിതാവിന് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആരോടും പറയാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും യൗസപിതാവിനെ നാം മാതൃകയാക്കേണ്ടത് ഇവിടെയാണ്. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നാം ഒരു ചെറിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വേദനകൾക്കും സഹനങ്ങൾക്കും കാരണം ഇവനാണ്, ഇവളാണ്, ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവരെ വിധിക്കാറില്ല. നമ്മുടെ സഹനങ്ങളില് ഇതുപോലെ നിശബ്ദരാകുവാനായിട്ട് ഔസപിതാവ് നമ്മോട് പറയുകയാണ്. നിശബ്ദരായി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമ്മോട് തന്നെ ചേർത്ത് സഹിക്കുവാനായിട്ട് ഔസപിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്നുള്ള വാക്കുകളിലൂടെ നമുക്ക് കാണാനായി സാധിക്കും, അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനായി നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നീ അവന് യേശു എന്ന് പേരിടണം. തന്റെ ജീവിതത്തിലെ ഒരു പദ്ധതി അദ്ദേഹം ഉണ്ടാക്കുകയായിരുന്നു. അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം, ആരെയും വിധിക്കാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട്. എന്നാൽ അത് കർത്താവിന്റെ പദ്ധതിയല്ലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതിയെ ദൈവം മാറ്റിമറിക്കുകയാണ്. അവന്റെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനായിട്ട് നീ ശങ്കിക്കേണ്ട. തന്റെ ജീവിതത്തിലെ താൻ എടുത്ത ഒരു തീരുമാനം ദൈവത്തിന്റെ സ്വരം കേട്ടതിന് ശേഷം മാറ്റുകയാണ്. ഇവിടെ ഔസപിതാവ് നമ്മോട് പറയുകയാണ്, തന്റെ ജീവിതത്തിലെ എടുത്ത വലിയൊരു തീരുമാനം അത് ദൈവത്തിന്റെ തീരുമാനത്തോട് ചേർന്ന് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ തീരുമാനം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കായി തന്നെ വിട്ടുകൊടുക്കുകയാണ്. തന്റെ പദ്ധതി മാറ്റിവെച്ച് ദൈവത്തിന്റെ പദ്ധതിക്കായി തന്നെ വിട്ടുകൊടുത്തപ്പോൾ യൗസപിതാവ് ഇന്ന് തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥനായി മാറുകയാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനായി മാറുകയാണ്. ജീവിതങ്ങളിലെ കർത്താവിന്റെ പദ്ധതികൾക്കായി നമ്മെ വിട്ടുകൊടുക്കുവാനായി യൗസപിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാനായി സാധിക്കും ഔസപിതാവ് എങ്ങനെയാണ് ഉണ്ണീശോയെ സംരക്ഷിച്ചത്. ഈ ഉണ്ണീശോയെ സംരക്ഷിക്കാനായി ഇത്രയും ധൈര്യം എവിടെ നിന്നാണ് ഔസപിതാവിന് കിട്ടിയത്? വിശുദ്ധ ഔസപിതാവ് മനസ്സിലാക്കുകയാണ്, താൻ കൈകളിൽ വഹിച്ചത് ദൈവത്തെയാണെന്ന്. വാഗ്ദാന പേടകമായ ദൈവം തന്നോട് കൂടെയായിരുന്നുവെന്ന് യൗസപിതാവ് മനസ്സിലാക്കുകയാണ്. യൗസപിതാവും പരിശുദ്ധമ്മയും തങ്ങളുടെ സഹനത്തിന്റെ വഴികളില് തളരാതെ മുൻപോട്ട് പോയത് ദൈവത്തെ ഏന്തിക്കൊണ്ടാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. വിശുദ്ധ കുർബാനയില് നാവിൽ സ്വീകരിച്ചത് എൻ്റെ ദൈവമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരികയും ഈ ദൈവം എന്നോടുകൂടെ എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ സഹനത്തിന്റെ യാത്രയിൽ എന്നോട് കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ കാത്തിരിപ്പ് അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ്. കർത്താവിന്റെ പദ്ധതികൾക്കായി നിന്നെ തന്നെ കൊടുത്തുകൊണ്ട്
നിന്നോട് കൂടെ ഉള്ളത് ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ, ജീവിതയാത്രയിൽ തളരാതെ ദൈവത്തിന്റെ കരം പിടിച്ച് മുൻപോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായി ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം വിശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലമാകട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.